പരിപ്പോടെ പഴംപോരി ഉണ്ടല്ലോ, ആവശ്യം പോലെ കഴിച്ചോളൂ കേട്ടോ. മാത്രമുള്ള എന്റെ ചെലവ് സന്തോഷമല്ലേ. പ്രശസ്ത സിനിമാ താരം സ്നേഹയെയും നിർമ്മാതാവ് NN നമ്പ്യാരെയും മോചിപ്പിച്ചു. പ്രത്യേകിച്ച് ഉപാധികളൊന്നും വെക്കാതെ സ്വമേധയാ വിട്ടയക്കുകയായിരുന്നുവെന്ന് തിരിച്ചെത്തിയ സ്നേഹയും നമ്പ്യാരും അഭിപ്രായപ്പെട്ടു. വിട്ടയക്കുമ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു? എന്റെ സുന്ദരി മരുമോള് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലായപ്പോ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാതെ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അത് ശരി. ഏതെങ്കിലും രീതിയിൽ ടോർച്ചറിങ്? നോ, അയാൾക്ക് എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്നോട് ഒരു രീതിയിലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അത് പിന്നെ എന്റെ വിത്തല്ലേ. ചേട്ടാ, ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. സന്തോഷമുണ്ട്. ഈ ജീവനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സത്യസന്ധനായ കിഡ്നാപ്പർ, അതാ ഓനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതെ, ഓന് വേണ്ട രണ്ടിനും തല്ലിക്കൊല്ലാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പണം എത്ര വെള്ളം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഓനൊന്നും വേണ്ട, സ്നേഹം മതി. അത് ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? ദാ കണ്ടില്ലേ, ഇതുങ്ങൾക്ക് കൊടുക്കാനേ തികയുന്നില്ല. നിയമ നടപടികളൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജീവൻ ഇപ്പൊ എവിടെയുണ്ട്? ഒരുപാട് നിർബന്ധിച്ചു വിളിച്ചു, പക്ഷെ ഒപ്പം വന്നില്ല. ആ കാട്ടിൽ തന്നെ ഉണ്ട്. എന്റെ മോനെ കാണുന്നു. ആ മഹാഭാവികൾ എന്റെ മോനെ ഒറ്റക്കിട്ട് വന്നില്ലേ? അയ്യോ, ഇതാണ് ഇവിടെ ഉത്സവം പോലെ ആഘോഷിച്ചത്. എണീറ്റ് പോവിനട തെണ്ടികളെ. എന്റെ മോനെ കാണാതെ എന്റെ പേരിൽ പഴംപൊരിയും പരിപ്പോടെ ആസ്വദിക്കല്ലേ? കണ്ടുപോരുത്. പഴയൊരു ബാക്കിയുണ്ട്, ഇനി അത് തന്നില് പലിശ കൂടി. തല്ലിക്കോ, തിരിച്ചു തല്ലില്ല. അലീനയും നിശാന്തും ഒന്നായി കഴിയുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അടുത്ത ഏതാ? സ്നേഹയുടെ കോഴ്സ്. സാർ, ജീവനെ അറസ്റ്റ് ചെയ്തു. ഒരുപാട് തല്ലി സാർ. സാർ സാർ എന്താ ചന്ദ്രഭാനു, പറയ എന്താ? സാർ, അവർ ജീവനെ ഭ്രാന്താശുപത്രിയിലാക്കി. എന്താ കുട്ടി, എന്ത് പറ്റി നിനക്ക്? അന്ന് എന്നെ സഹായിച്ചിട്ട് രക്ഷപ്പെട്ടില്ല, ഇനി വിടണ്ട. മൂത്ത ഭ്രാന്താന്ന് പറഞ്ഞ് ഇവിടെ കിടത്തിയേക്ക്. നോ, ഇതാരാ നിന്നെ ഇങ്ങനെ തല്ലിയത്? പറ, ആരാ? പോലീസാണോ? എപ്പോഴാണ് ജീവൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? ആരാ അഡ്മിറ്റ് ചെയ്തത്? ഞാനാണ് സാർ, ഇന്നലെ. വാട്ട്സ് ദ റോങ് വിത്ത് ഹിം? സാർ, അയാളാണ് ഫിലിം സ്റ്റാറിനെ. ഓക്കെ, അതും ഈ ഹോസ്പിറ്റലും തമ്മിൽ വാട്ട് കണക്ഷൻ? സാർ, അയാൾ വയലന്റ് ആയിട്ട് പോലീസുകാരെ ആക്രമിക്കും, പിന്നെ പാറക്കഷങ്ങൾ എടുത്ത് സ്വന്തം ശരീരത്തിലും തലയ്ക്കും. No, you are lying. All what I am hearing are lies. I want to talk to the police officer who has been handling the case. കേസിൽ നിന്ന് എഴുതി കൊടുക്കാൻ ഇവളാരാ? മനുഷ്യദൈവം. അമ്മയ്ക്കറിയാലോ, പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എന്നോട് സഹകരിച്ചേ പറ്റൂ. ഇത് കേസാക്കണം. അവന് മുഴുവൻ ഭ്രാന്താ. പുറത്തിറങ്ങി ഇനി ഇവളെ. ഇല്ല, അതൊന്നും സംഭവിക്കില്ല. ഒരു കുടുംബത്തിലെ മൂത്ത മകനാ. അവരല്ല അവനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത്. അങ്ങനെ ഒരാളെ തല്ലിച്ചതച്ച് ഭ്രാന്താശുപത്രിയിൽ ഇട്ട് ടോർച്ചർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ധീരനോടുള്ള ആരാധനയാണോ അതോ വേറെ വല്ല? രാഹുലിന്റെ രീതി ചിന്തിക്കുന്നു, ഞാൻ എന്റെ രീതിയിലും. അഹങ്കാരമാണ്. കുറെ കാശുണ്ടായപ്പോ വന്ന അഹങ്കാരം. നിന്നെ കല്യാണം കഴിച്ചില്ലാന്ന് വെച്ച് എന്റെ ജീവിതം തകർന്നു പോകുന്നില്ല. പക്ഷെ ഒന്നോർത്തോ, ഒരുത്തന്റെ കൂടെ 3-4 ദിവസം പുറത്ത് നിന്നെ കെട്ടാൻ ഇനി ഒരു പട്ടിയും വരില്ല. അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവുമെന്ന്? പാവം അമ്മയാ ജീവൻ. സ്നേഹിച്ചു വട്ടായതാ. സ്നേഹിക്കുമ്പോ അവന്റെ സ്ഥാനവും നിന്റെ സ്ഥാനവും ഒക്കെ നോക്കണ്ടായിരുന്നോ? മനസ്സിൽ തോന്നിയാ പിന്നെ ആരുടെ അനുവാദം വേണ്ട. പക്ഷേ അങ്ങനെയുള്ള പലതും ദുരന്തങ്ങളാവും. എ ട്രാജിക് എൻഡ്. പാവം ആ ജീവനെ പോലെ. ഭ്രാന്താന്ന് കുറെ വിളിച്ചതല്ലേ, അത് വലിച്ചു. ജീവൻ, ഞാൻ വേണ്ട, സാന്ത്വനൊന്നും വേണ്ട. ആശ്വസിപ്പിക്കുമ്പോ
ഞാൻ വീണ്ടും ചെറുതാകാ. ഒരു മനുഷ്യരൂപെങ്കിലും എനിക്ക് ബാക്കി വേണം. ചെയ്ത തെറ്റിന് കിട്ടിയ ശിക്ഷയായത്. ഈ തല ഞാൻ മനഃപൂർവ്വം ഏറ്റുവാങ്ങിയതാ. മനസ്സിന്റെ വേദന ശരീരം കൂടി അറിയട്ടെ എന്ന് കരുതിയിട്ടാ. ഒരു സഹായം എനിക്ക് ചെയ്യാവോ? ഇവിടുന്ന് ഞാൻ ഉടനെ പുറത്തിറങ്ങും. ഈ മുറിവൊക്കെ മാഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കുട്ടപ്പനാവും. എന്റെ ഭാവിയിൽ എനിക്ക് നല്ല വിശ്വാസ. മഹേന്ദ്ര സാറിനോട് പറഞ്ഞ് എനിക്ക് സിനിമയിൽ നല്ലൊരു വേഷം വാങ്ങിച്ചു. അങ്ങനെയെങ്കിലും ഞാനിന്ന് രക്ഷപ്പെട്ടോട്ടെ. കരയരുത്. ഇനി കരയിപ്പിച്ചെന്ന് പറഞ്ഞ ആ വെള്ളം ഉടുപ്പിട്ടവന്മാർ എന്നെ വീണ്ടും തല്ലും. ഡോക്ടർ ഐസക്. എന്തിനാണ് ഡോക്ടർ ആ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കണേ? പരാതിയില്ലാന്ന് ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നതാണ്. ഡോക്ടർ, നിങ്ങളെല്ലാരും ചേർന്ന് അയാൾ ഒരു ഭ്രാന്തനാക്കാണ്. ജീവനെ സ്നേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അയാളെ നന്നായി അറിയാം. വട്ടില്ല എന്ന് മുമ്പൊരിക്കൽ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്ന് അയാൾക്കുണ്ടായിരുന്നു സ്നേഹം എന്ന വട്ട്. പക്ഷേ ഇന്ന് അയാൾ തന്നെ പറയുന്നു അയാൾക്ക് ഭ്രാന്താണെന്ന്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ഹീസ് അബ്സല്യൂട്ട്ലി നോർമൽ. എന്നാ പിന്നെ അയാൾ വെറുതെ വിട്ടൂടെ ഡോക്ടർ? അത് സ്നേഹയേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ പല കറുത്ത കൈകളും അയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കൈകൾക്കെല്ലാം ഉരുക്കിന്റെ ശക്തിയുണ്ട്. ഇന്നെന്റെ സ്വപ്നങ്ങൾ തകർന്ന ദിവസം, എനിക്ക് എന്നെ മറക്കേണ്ടി വന്ന ദിവസം. മനസ്സിൽ അറപ്പും വെറുപ്പും ഒളിപ്പിച്ചു വെച്ച് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വേണ്ടെന്ന് വെച്ചു. ഒരിക്കൽ പോലും ഇഷ്ടം തോന്നാത്ത ഒരാളെ ജീവിതം മുഴുവൻ അനുഭവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആലോചിച്ചു, എൻ്റെ വിവാഹവും മരണവും രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് വേണ്ടി വെറുതെ ജീവിച്ച് മരിക്കാനും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കഴിഞ്ഞാൽ എൻ്റെ മരണം. നിനക്കറിയോ, 7 ജന്മങ്ങളിൽ ഒന്നിച്ച് ജീവിച്ചവരാ നമ്മള്. അത്രയ്ക്ക് സ്നേഹം എനിക്ക് നിന്നോട്. പക്ഷേ അതെന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഇത് ആരോടാ ഞാൻ പറയാ? ഒന്നെനിക്ക് നന്നായി അറിയാം. അത്ര എളുപ്പം മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ രക്ഷിക്കാൻ സാക്ഷാൽ പ്രണയദേവൻ തന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് ഈ പാവപ്പെട്ടവൻ വിശ്വസിക്കുന്നു. ഒരിക്കലും പറ്റാത്ത സ്നേഹത്തോടെ ജീവൻ. ഇവർക്ക് എന്താ അവനുമായിട്ട്? അവനെ കാണാൻ പോയിരിക്കുന്നു. അല്ലെങ്കിൽ ആകെ നാറിയിരിക്കുക. മകളോട് പറഞ്ഞേക്ക്, തല്ലി കൊല്ലും ഞാൻ അവനെ. വളരെ വൃത്തികെട്ടൊരു മുഖം ഈ രാഹുലിനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ മുഖം അതുപോലെ തന്നെയുള്ള ഒരാളിനോട് കാട്ടിയാ പോരെ? ആ ചെറ്റയോട് നിനക്ക് എന്താടി പ്രേമാണോ? രാഹുൽ, ഒന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ തീരുന്ന ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ. നീ മറക്കണ്ട. പിന്നെ നീ ചോദിച്ചില്ലേ പ്രേമാണോന്ന്? ഞാനിവിടെ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയാ, എന്റെ പണമോ സ്വാധീനമോ എന്തുപയോഗിച്ചാണെങ്കിലും ഞാൻ ജീവനെ രക്ഷിക്കും. ഒരു കാര്യം ചെയ്യാം, പാനിങ് വേണ്ട, ട്രോളി ഇടാം. അപ്പൊ നല്ല ഫ്ലോ കിട്ടും. എവിടെ ഞങ്ങളുടെ മോൻ? എല്ലാം നിർത്തിക്കോ. ഇനി 2